കഴിഞ്ഞ കുറേ നാളുകളായി +1 ഓൺലൈൻ ട്യൂഷൻ പ്രോഗ്രാമായിട്ടുള്ള അഗ്നിയിലെ ഓരോ ബാച്ചിലെ വിദ്യാർത്ഥികളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ നിങ്ങളുടെ ഈ +1 നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പറയാനുള്ള കാര്യം വളരെയധികം ഡിഫിക്കൽട്ടാണ് സർ. ഓരോ ദിവസം കഴിയുന്നതോറും പേടി കൂടിക്കൂടി വരികയാണ്. +1 സയൻസ് ഇത്രത്തോളം പാടായിരുന്നോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എല്ലാ ദിവസവും ഒരുപാട് നോട്ട്സ് എഴുതാൻ മാത്രമേ ഉള്ളൂ. ഓരോ ദിവസം കഴിയുന്നതോറും കോൺഫിഡൻസ് കുറഞ്ഞു വരികയാണ്. എങ്ങനെയാണ് പാസ്സാവുക എന്ന് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടി നിങ്ങളിൽ തന്നെയുള്ള 3 ആളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ഗൗരി പാർവതി. ഞാൻ ഇപ്പോൾ +2ലാണ്. വയനാടാണ് വീട്. റഹ്മാനിയ സ്കൂളിലാണ് പഠിക്കുന്നത്. സൈലം മാനാഞ്ചിറയിലൊരു സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ദേവനന്ദ. ഞാൻ നരുക്കുനിയിൽ നിന്നാണ് വരുന്നത്. നരുക്കുനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിക്കുന്നത്. സൈലം മാനാഞ്ചിറ ഓഫ്ലൈൻ ട്യൂഷൻ സെൻ്ററിലെ ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് നസൂ ഷാക്കിർ. ഞാൻ ഓമശ്ശേരി പുത്തൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ റഹ്മാനിയ സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ സൈലം മാനാഞ്ചിറ സെൻറ്ററിലാണ്. ഹായ്, എന്നോടൊപ്പം ഇപ്പോൾ 3 വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ട്. ഇവരോടൊപ്പം ഞാൻ ഇരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ +1 ഫുൾ മാർക്ക് നേടിയ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും തന്നെ. അതും സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ മാത്രം പഠിച്ചുകൊണ്ടല്ല, സൈലത്തിൻ്റെ ഓഫ്ലൈനിലുള്ള മാനാഞ്ചിറയിലുള്ള സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്ററിലും കൂടെ പഠിച്ചുകൊണ്ട് മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളാണ്. ഓർക്കണേ, 520 ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ കേരളത്തിൻ്റെയും സൈലത്തിൻ്റെയും അഭിമാനമായി മാറിയ 3 വിദ്യാർത്ഥികളോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. ഇവരിൽ നിന്നെല്ലാം നിങ്ങളെല്ലാവരും അറിയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് +1 എങ്ങനെയാണ് ഇവർ ഫുൾ മാർക്ക് നേടിയത്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 കയറിയപ്പോൾ ഈ +1 ഓരോ ചാപ്റ്ററിലോട്ടും കടക്കുമ്പോൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലെയുള്ള ഓരോ ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ ഇതും ഞാൻ 10ാം ക്ലാസ്സിൽ കണ്ടതുപോലെ അല്ലല്ലോ. ഈ ഓരോ ചാപ്റ്റേഴ്സും എങ്ങനെയാണ് ഞാൻ മറികടക്കുക? ഈ ഓരോ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ ഉണ്ടായില്ല എൻ്റെ ഒരു ടെൻഷൻ. എങ്ങനെയാണ് ഫുൾ മാർക്ക് നേടുന്നത്? ജസ്റ്റ് പാസ്സായാലും മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഞാനിവിടെ ഫുൾ മാർക്ക് നേടിയ 3 പേർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് ഫുൾ മാർക്ക് നേടിയത് എന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അത് അവരിലൂടെ തന്നെ ചോദിച്ചറിയാം. എങ്ങനെയാണ് നിങ്ങൾ ഫുൾ മാർക്ക് നേടിയത്? ഇപ്പം +1 ഒരു കടലാണ്, 10 കുളമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കേൾക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതൊക്കെ സത്യമാണ്. എന്നാലും തുടക്കത്തിൽ നമ്മളിപ്പോൾ കുറേ പ്രതീക്ഷയോടെയൊക്കെ ഇപ്പോൾ +1 +2 ചേർന്നത് സയൻസ് എടുക്കണം കുറേ ഇത് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ നമ്മളെ സിലബസ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടി തോന്നും. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് കവർ ചെയ്യുക, ബോർഡ് എക്സാമിന് എങ്ങനെയാണ് ഫുൾ മാർക്ക് വാങ്ങുക, ഫുൾ A+ വാങ്ങുക എന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷേ അത് വിചാരിക്കുന്ന അത്ര ഒരു കഷ്ടപ്പാടില്ല. നമ്മൾ ഓരോ ഇപ്പോൾ സൈലം തരുന്ന മെറ്റീരിയൽ ആയാലും അവിടുത്തെ ടീച്ചിങ് ഫെസിലിറ്റീസൊക്കെ അടിപൊളിയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. എന്ത് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ എന്ത് ടെസ്റ്റ് ആണെങ്കിലും സീരീസ് എക്സാം എന്ത് എക്സാം ആണെങ്കിലും അതിന് നല്ല സീരിയസ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ചാപ്റ്റർ കാണുമ്പോൾ നടക്കൂല ഒക്കെ പോയി വിചാരിക്കും. പക്ഷെ പിന്നെ മെല്ലെ റെഡി ആവും. ആദ്യം 10ത്തെ പഠിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഫുള്ള് കെമിസ്ട്രി ഒക്കെ മൊത്തം മാറി. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ അതെ, ഇപ്പോൾ എല്ലാവരും പലരും ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ എന്നോട് പറയാനുള്ള കാര്യമാണ്, സാർ കെമിസ്ട്രി ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നുന്നു സാർ. അത് ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മാത്രം പ്രശ്നമാണ്. പിന്നെ അത് ശീലമായിക്കോളും. അപ്പോൾ 1 മാർക്ക്, 1/2 മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ മുഴുവൻ മാർക്ക് നേടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പം +1 കയറിയപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ ടഫാണ്, ഇത്രയും മാർക്ക് കിട്ടും സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ സൈലം തരുന്ന മെറ്റീരിയൽസ്, അതേപോലെ ടീച്ചിങ് ക്ലാസ്, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്, ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് പറ്റുന്നുണ്ടാവില്ലല്ലോ, ഓരോ സ്പോർട്സ് കാര്യങ്ങളാവുമ്പോൾ. അപ്പം പിന്നെ ഓൺലൈൻ ക്ലാസ്, യൂട്യൂബ് ക്ലാസ്സും ഒക്കെ കണ്ടിട്ട് അത് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടായിരിക്കും. അതായത് +1 ഞാനിപ്പോൾ നേരിടുന്ന അതേ പ്രശ്നങ്ങൾ ഇവരും നേരിട്ടിരുന്നു. ആ ട്രാക്കിലോട്ട് കയറാൻ ഇവരെല്ലാവരും ആദ്യം ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. എങ്കിൽ പോലും തന്നെ വളരെ എളുപ്പത്തിൽ ആ ട്രാക്കിലോട്ട് കയറുകയും ഫുൾ മാർക്കിലോട്ട് എത്തിച്ചേരുകയും ഉണ്ടായി. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ +1 കയറിയ വിദ്യാർത്ഥികൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം. അവരോട് നിങ്ങളത് അനുഭവിച്ചറിഞ്ഞ് വന്നവരാണ്. അവർക്ക് നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് അങ്ങോട്ട് കൊടുക്കാനുള്ളത്? ഇപ്പം +1 പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഡിഫിക്കൽട്ടാണെന്ന് തോന്നും. പക്ഷെ അത് ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഡിഫിക്കൽറ്റി മാത്രമേ ഉള്ളൂ. അവസാനം ആകുമ്പോഴത്തേക്ക് അതൊക്കെ എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിനുള്ള ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിന് വേണ്ടതൊന്ന് നല്ല ടീച്ചേഴ്സിനെ വേണം. അത് എന്തോ ഭാഗ്യവശാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് സൈലത്തിൻ്റെ ഇതിൽ. ഓഫ്ലൈൻ ടീച്ചേഴ്സായാലും ഓൺലൈൻ ടീച്ചേഴ്സായാലും ഓഫ്ലൈൻ ടീച്ചേഴ്സിനെ മാറ്റിയിരുത്താനേ പറ്റില്ല, എടുത്ത് പറയാനുണ്ട്. പിന്നെ നല്ല മെറ്റീരിയൽസ് കിട്ടിയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ചോദിക്കണേ ഇത് ഉള്ള മെറ്റീരിയൽസ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ല ഒരു ഉപകാരമായി. കൂടുതൽ ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു ദിവസം എത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കും? പലവിടെയും കേട്ടിട്ടുണ്ട്, ഫുൾ മാർക്ക് എത്തണമെങ്കിൽ 6 മണിക്കൂർ ഇരുന്ന് പഠിക്കണം, ഫുൾ A+ കിട്ടാൻ 5 മണിക്കൂർ പഠിക്കണം, ജസ്റ്റ് പാസ്സാവാൻ 1 മണിക്കൂർ പഠിക്കണം, അങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അങ്ങനെ പഠിക്കുന്ന മണിക്കൂറുകളുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് ലഭിക്കുമെന്നാണ്? അല്ല, പഠിക്കുന്ന മണിക്കൂറിൻ്റെ അതല്ല, എഫിഷ്യൻസിയാണ് കാര്യമായിട്ട്. ഇപ്പം നമ്മൾ 1 മണിക്കൂറാണ് പഠിക്കുന്നത് വെച്ചാലും അത് കാര്യമായിട്ട് ഫുള്ള് അതിലേക്ക് തന്നെ കൊടുത്തിട്ട് പഠിക്കണം.
ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറെ പണിക്ക് പോകരുത്. ക്ലാസ് നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ ക്ലാസ്സിലുള്ള കാര്യം വൃത്തിക്ക് പഠിച്ചു പോകാൻ പറ്റും. ഈ 4-5 മണിക്കൂർ ഒരു ചാപ്റ്ററിന് വേണ്ടി കളയുന്നതിനെക്കാട്ടും നല്ലത് ആ ക്ലാസ് നല്ലോണം ഇരുന്ന് കേട്ടിട്ട് ആ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയാച്ചാൽ അഗ്നി ബാച്ചിൽ 1.5 മണിക്കൂറിൻ്റെ ആ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ചാപ്റ്റർ വൃത്തിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളാരും അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക വേഗം തന്നെ എടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ് മാത്രം കേൾക്കണമല്ലാണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ല മെറ്റീരിയൽ ഇനി എക്സാമിൻ്റെ ടൈമിനേക്കൊക്കെ പെട്ടെന്ന് റിവൈസ് ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലാസ് ആയിട്ടാൽ പിന്നെ ഒന്ന് വായിച്ചാൽ മതി. പിന്നെ സംഭവം നമുക്ക് റെഡി ആയിക്കും. ഒന്ന് വേണം എക്സാമിൻ്റെ തലേന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പ് പിന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അതെ, സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കുട്ടികൾ കൂടുതൽ നേരവും വീട്ടിൽ വന്നിരുന്ന് എഴുതുവാൻ വേണ്ടി സമയങ്ങളിൽ ഇപ്പോൾ വൈകുന്നേരം 6 മണിക്ക് 7 മണിക്ക് ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞ് കയറി ഇരുന്നതിന് ശേഷം മണിക്കൂറുകളോളം ഇരുന്ന് എഴുതുകയായിരിക്കും. ചോദിച്ചാൽ അമ്മയും അച്ഛനും ചോദിക്കുന്ന സമയത്ത് ഞാനിരുന്ന് പഠിക്കുക എന്ന് മാത്രം പറയുന്നുണ്ട്. അത്രയും സമയം നോട്ടിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളെ ആ ഒരു സമയം മുഴുവനായിട്ട് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് സൈലം നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന, എക്സാമിന് മുഴുവൻ മാർക്ക് നേടാൻ പറ്റുന്ന വിധത്തിൽ ലോസ് ആയിക്കോട്ടെ, ഡെഫിനിഷൻസ് ആയിക്കോട്ടെ, ഗ്രാഫ് ആയിക്കോട്ടെ, എല്ലാം സെറ്റാക്കിയിട്ടുള്ള കിടിലനായിട്ടുള്ള നോട്ട്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും സൈലം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നോട്ട്സ് മാത്രം കയ്യിലുണ്ടെങ്കിൽ അത് മറിച്ച് നോക്കി നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ആ എഴുതുന്ന മുഴുവൻ മണിക്കൂർ സമയവും നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി മാറ്റിവെക്കാനായിട്ട് സാധിക്കും. അഗ്നി ബാച്ചിനകത്ത് നമ്മുടെ ഓഫ്ലൈൻ ട്യൂഷൻ സെൻ്ററിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ എന്നുള്ള കാര്യം പറയട്ടെ. വേണ്ടിയുള്ള മാർക്കറ്റ്സിലൊന്നും ലഭിക്കുന്നതല്ല. സാർ, അതിനോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയ സിലബസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ആർക്കായാലും ഭയങ്കര ഒരു പേടി തോന്നും, ഭയങ്കര തളർന്നു പോണ പോലെ എല്ലാവർക്കും ഒരു തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ടൈമിൽ ഇപ്പം ഓൺലൈനിലുള്ള ടീച്ചേഴ്സായാലും ഓഫ്ലൈനിലെ ടീച്ചേഴ്സായാലും മെൻറ്റേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോയി പറയാൻ പറ്റും. അവർ നന്നായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, കൂടെ നിൽക്കും. അതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്സ് പോലെയാണ് മെൻറ്റേഴ്സൊക്കെ. ടീച്ചേഴ്സ് ആയാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്കതൊരു കൂടെ ഒരു ആൾക്കാരുണ്ട് എന്നുള്ളതൊരു തോന്നലുണ്ടാകുമ്പം കൂടുതൽ പഠിക്കാനും ആ ഒരു തളർച്ചയൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. പിന്നെ +1 പോലെ തന്നെ +2 ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട് എല്ലാവർക്കും. തീർച്ചയായും +1 ഫുൾ മാർക്ക് നേടിയിട്ട് ഇവരോടൊപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന ഇതേപോലെ തന്നെ +2 1200 നേടിയ ശേഷം ഇവരുമായിട്ട് ഇന്റർവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇവർ +2 ഫുൾ മാർക്ക് നേടുമെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ വീണ്ടും കാണാം.